A new year begins with new intentions, big plans and big goals. പക്ഷെ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ടയർഡായിട്ടുണ്ടാവും. നമ്മൾ ഈ വർഷം സ്പിരിച്വൽ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതും ഏറ്റവും പുറകിലായിരിക്കും ഇപ്പോൾ നിൽക്കുക. അങ്ങനെ വരുമ്പോഴാണ് പ്രാർത്ഥനയോടെ ജീവിക്കേണ്ടതിന് പകരം പ്രാർത്ഥന ഒരു ടു ഡു ലിസ്റ്റിലെ ഐറ്റമായി മാറുന്നത്. റോസറി ചൊല്ലാൻ വേണ്ടി 20 മിനിറ്റാണ് എടുക്കുക. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ മിസ്റ്ററീസ് വഴി ധ്യാനിച്ചു പോകാൻ 20 മിനിറ്റ്. അവന്റെ ഒപ്പം ഇരിക്കാനും ഒപ്പം മറിയത്തിന്റെ ഒപ്പം അവനിലേക്ക് അടുക്കുവാനും ഉള്ള സമയം. ആൻഡ് ദെൻ കംസ് ബൈബിൾ റീഡിംഗ്. ദിവസത്തിൽ ഒരു 15 മിനിറ്റ് ആയാലോ. ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ടു ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് സ്ലോലി ഷേപ്പ് ദ ഹാർട്ട്. ഡാനിയൽ പൂർണ്ണത്തിലച്ചൻ പറയുന്നത് പോലെ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുന്നു. ടോട്ടൽ ടൈം ഓഫ് 35 മിനിറ്റ്സ് എ ഡേ. ദാറ്റ്സ് ഓൾ. നോട്ട് പെർഫെക്ഷൻ, ജസ്റ്റ് ഫെയ്ത്ത്ഫുൾനെസ്. ഇങ്ങനത്തെ കുഞ്ഞു ഹാബിറ്റ്സിന് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് പതിയെ തിരിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പോൾ പോലും ഈ ഹാബിറ്റ്സ് നമ്മളെ റൂട്ടഡ് ആയിട്ടിരിക്കാൻ സഹായിക്കും. കാണുമ്പോൾ തോന്നും സിമ്പിൾ ഹാബിറ്റ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇതൊരു ഫൗണ്ടേഷൻ ആണ്. കാരണം എ ലൈഫ് ബിൽറ്റ് ഓൺ പ്രെയർ സ്റ്റാൻഡ്സ് ഫേം. ആൻഡ് പ്രെയർ ഇല്ലാതെ നല്ല ഇന്റൻഷനോട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും മണലിന്മേൽ പണിത വീട് പോലെയായിരിക്കും. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ റിയലിസ്റ്റിക് ഡൂവബിൾ സ്പിരിച്വൽ ഹാബിറ്റ്സ് ഫോർ ദിസ് year and the years ahead, you're not alone and you're in the right place.